രാജ്യം ചുമപ്പ് ഭീകരതയിൽ നിന്നും എന്നേക്കുമായി തന്നെ മുക്തി നേടുകയാണ്. ഒരൊറ്റ മാവോയിസ്റ്റ് ഭീകരൻ പോലും ഇനി ഭാരതത്തിന്റെ മണ്ണിൽ തല പൊക്കില്ല എന്ന ദൃഢപ്രതിജ്ഞയായിരുന്നു അമിത്ഷാ എടുത്തത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ ഇപ്പോൾ ദിനംപ്രതി അന്വർത്ഥമാക്കുകയാണ് സുരക്ഷാ സേനയും. അമിത്ഷായുടെ അന്ത്യശാസനം ഭയന്നുകൊണ്ട് 2337 മാവോയിസ്റ്റുകളാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം മാത്രമായി തന്നെ മുഖ്യധാരയിലേക്ക് ഇറങ്ങി വന്നത്. സമൂഹവുമായി അവർക്ക് കൂടുതൽ ഇടപഴകണമെന്നും പ്രകൃതിയുമായി തന്നെ അവർക്ക് പൊരുത്തപ്പെട്ടു പോകണം എന്നതോടുകൂടി തന്നെ അവർ മനോഭാവം മാറ്റിക്കൊണ്ട് അവർ മുഖ്യധാരയിലേക്ക് എത്തുകയാണ് ചെയ്തത്. മാത്രമല്ല നിരവധി മാവോയിസ്റ്റുകളെയും നക്സലുകളെയും സുരക്ഷാസേന വധിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല അവരാകട്ടെ ഇപ്പോൾ വലിയ രീതിയിൽ ഭീകരതയുടെ ഒരു നട്ടെല്ല് തകർക്കാൻ മോദി സർക്കാരിന് സാധിച്ചു എന്ന് വ്യക്തമാക്കുന്ന ചില കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നക്സൽ മാവോയിസ്റ്റ് ഭീകരതയെ വേരോടെ പിഴുതെറിയുവാനും കേന്ദ്ര സർക്കാരിന്റെ ദൗത്യം അത് വിജയത്തിലേക്ക് തന്നെ മുന്നിട്ട് നീങ്ങുകയാണ്. കമ്മ്യൂണിസ്റ്റ് ഭീകരരെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തതായും 5880 പേർ ആയുധം വെച്ച് കീഴടങ്ങിയതായും ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായിയാണ് ഇപ്പോൾ ലോക്സഭയിൽ അറിയിച്ചിരിക്കുന്നത്. 2010 രാജ്യത്ത് 1936 കമ്മ്യൂണിസ്റ്റ് ഭീകരർ അവിടെ ആ ഒരു ഭീകര കേന്ദ്രങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും 2025 ഇത് വെറും 234 തന്നെ ചുരുങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം, അതായത് 2025 കണക്കുകൾ അനുസരിച്ച് 364 ഭീകരരെയാണ് സുരക്ഷാ സേന വധിച്ചത്. അതേപോലെ തന്നെ 1022 പേരെ അറസ്റ്റ് ചെയ്യുകയും 2337 പേരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഒരു കാലത്ത് രാജ്യത്തിന്റെ അതായത് 126 ജില്ലകളെ ഭീകരതയിലാഴ്ത്തിയിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരത ഇന്ന് വെറും 8 ജില്ലകളിലേക്ക് മാത്രമായി തന്നെ ഒതുങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇതിൽ തന്നെ വെറും 3 ജില്ലകളിൽ മാത്രമാണ് കാര്യമായ സ്വാധീനമുള്ളത്. കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് ലഭിച്ചിരുന്ന വിദേശ ആഭ്യന്തര സാമ്പത്തിക സ്രോതസ്സുകൾ കേന്ദ്ര ഏജൻസികൾ അവിടെ കൃത്യമായി തന്നെ അടച്ചുപൂട്ടിയതായാണ് ഈ ഒരു തകർച്ചയ്ക്ക് പ്രധാന കാരണമായി പറയുന്നത്. CPI അടക്കമുള്ള സംഘടനയുടെ സാമ്പത്തിക ഇടനാഴികൾ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുകയും ചെയ്തു. അതേപോലെ തന്നെ തോക്കിൻ മുനയിൽ ആ ഒരു വികസനത്തെ തടഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകര മേഖലകളിൽ ഇന്ന് റോഡുകളും സ്കൂളുകളും ബാങ്കുകളുമായി തന്നെ ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് സംജാതമായിരിക്കുന്നത്. അടിച്ചമർത്തപ്പെട്ട ഗോത്രവർഗ മേഖലകളിൽ അവിടെ 15,000-ലധികം കിലോമീറ്ററിലധികം വരുന്ന റോഡുകൾ നിർമ്മിക്കുകയും ചെയ്തു. 9,233 ടെലികോം ടവറുകളും അതേപോലെ 1,300-ലധികം തന്നെ ATMകളും ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതേപോലെ ഗോത്രവർഗ വിഭാഗത്തിലെ ആ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനായി 179 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളും സർക്കാർ തുറന്നിരിക്കുകയാണ്. വികസനത്തിലൂടെയും അതുപോലെ സൈനിക കരുത്തിലൂടെയും ഒക്കെ തന്നെ ഭീകരവിരുദ്ധ ശക്തികളെ ഇല്ലാതാക്കുക എന്ന ദേശീയ നയമാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. ചുമപ്പൻ ഭീകരതയുടെ അന്ത്യം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷാ ചരിത്രത്തിലെ തന്നെ സമ്പൂർണ്ണ അധ്യായമായി തന്നെ മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ പുത്തൻ കണക്കുകളാണ് ഈ ഒരു മാവോയിസ്റ്റ് നക്സൽ ഭീകരതയുടെ ഇതിലൂടെ തന്നെ അവർ മുഖ്യധാരയിലേക്ക് വരികയും മറ്റുള്ളവരെ വധിച്ചതായും തന്നെ സൂചിപ്പിക്കുന്ന ഈ ഒരു കണക്ക് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.